ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഉറക്കണിച്ച് നേരെ പുറകോശത്തേക്കാണ് ചെല്ലുന്നത്. അതാണ് നമ്മുടെ മുത്തമ്മരെ വീട്. ഇന്നത്തെ ദിവസമാണെങ്കിൽ നല്ല തണുപ്പും നല്ല കാറ്റും ചെറിയ മഞ്ഞും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ നേരം ഞാൻ വെളിയിൽ നിന്നില്ല, നേരെ അടുക്കളയിലോട്ട് വന്നു. അടുക്കളയിൽ ചെന്നപ്പോൾ ദേ അമ്മ മാവ് വിലയ്ക്ക് ഒഴിക്കുന്നത് നമ്മുടെ അപ്പം ചുട്ടെടുക്കുക അമ്മ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അടുത്തോട്ട് പോയി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് അമ്മ. അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്നതും വീഡിയോ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അപ്പം ചുടുന്ന വീഡിയോ എടുത്തിട്ട് നേരെ പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലോട്ട് പോയി. കാരണം കൂടുതൽ നേരം ഇവിടെ നിന്ന് അമ്മ പറയും അപ്പം ചുടാൻ. അതിനൊരു ഇത് വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ദേ വെളിയിൽ പത്രം കിടക്കുന്നു. എന്ന് ഇലക്ഷൻ തുടങ്ങിയോ അന്ന് മുതൽ നമ്മളെ വീട്ടിൽ പത്രം വരുത്തുന്നുണ്ട്. വെറുതെ സമയമുണ്ടല്ലോ, അപ്പോൾ പിന്നെ പത്രം വായിക്കാമെന്ന് വെച്ച് നേരെ ചെന്ന് ഞാൻ പത്രം എടുത്തു. പത്രം വായിക്കാൻ പത്രം കയ്യിലെടുത്തപ്പോഴാണ് വീട്ടുമുറ്റത്ത് നമ്മളെ കലം വെട്ടിയേണ്ടത്. കലം വെട്ടി നിറച്ച് പൂ പിടിച്ച് നിൽക്കുക. ഈ കലമ്പട്ടിയിലാണെങ്കിൽ ഇവിടെ പൂ പിടിക്കത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ വന്ന് എന്ത് തൊട്ടോ അന്ന് മുതൽ ഈ കലമ്പട്ടി പൂ നിറച്ചുണ്ട്. അപ്പോൾ പിന്നെ നിന്നില്ല, ഇനി ഒരു ചായ കുടിച്ചാലേ പറ്റൂ. നേരെ അടുക്കളയിലേക്ക് പോയി ചായക്കുള്ള വെള്ളം വെച്ച് വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് അപ്പോൾ പിന്നെ കുറച്ച് നേരം അതൊക്കെ തിളക്കിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പാലൊക്കെ ഒഴിക്കാം. പാലൊക്കെ ഒഴിച്ച് വരുമ്പോൾ ചായ നല്ലോണം പതഞ്ഞ് പൊങ്ങാറാവും. പിന്നെ പഞ്ചാരയൊക്കെ ഇട്ട് ചായ പതഞ്ഞ് പൊങ്ങിയ ഉടനെ തന്നെ നമ്മളത് അരിച്ച് ഒരു കപ്പിലോട്ടങ്ങ് മാറ്റി. കപ്പി മാറ്റിയ ചായ ഇനി നമുക്ക് ഗ്ലാസ്സിൽ ഒഴിക്കണ്ടേ. അതിന് മുന്നേ ചായ നല്ലോണം അടിച്ച് പതപ്പിച്ചെടുത്ത് ആ ഗ്ലാസ്സിലങ്ങ് ഒഴിച്ച്. എന്ത് ഭംഗിയാണ് അത് കാണാൻ, നല്ല ആവി പറക്കുന്ന ചായ. പിന്നെ ആ ചായ കൊണ്ട് മുറ്റത്ത് പോയി കാഴ്ചകളും കണ്ട് ആ ചായ ഒരൊറ്റത്തിരുന്ന് കുടിച്ചു. നേരെ മേശപ്പത്ത് വന്നപ്പോൾ അമ്മതോ അപ്പം ചുട്ട് കറിയായിട്ട് മേശയ്ക്ക് വെച്ചിരിക്കുന്നു. പിന്നെ ഒന്നും നോക്കില്ല, രണ്ടപ്പം എടുത്ത് പ്ലേറ്റിലങ്ങ് വെച്ച്. ഞാൻ രണ്ടപ്പമേ തിന്നോളൂ, നിങ്ങൾ എത്ര അപ്പം തിന്നോന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു സത്യം പറയാം, സത്യത്തിൽ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന അപ്പവും കടലക്കറിയും ഒരു ഗംഭീര ടേസ്റ്റാണ്. പക്ഷേ ഞാനിത് പറഞ്ഞിട്ടില്ല, അത്ര പോരെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം പിന്നെ അമ്മ മൈൻഡ് ചെയ്യാറില്ല. ഈ വീഡിയോ കാണുമ്പോൾ ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ ഞാൻ അപ്പം തിന്ന് ഇതേ കിടക്കുന്ന നോക്കി. ഇതാണ് ഒരു കുരുപ്പ്. അവൾക്ക് ഒരറ്റത്ത് കിടത്തി കാർട്ടൂൺ ഇട്ട് കൊടുക്കുമ്പോൾ അവളത് കണ്ടുകൊണ്ട് കിടക്കും. ഇനി ഒരാളുടെ കണ്ടിട്ടുണ്ട്, ഇതോ വരുന്നുണ്ട് അടുത്ത ആൾ. ഇനി രണ്ടെണ്ണത്തിനെയും കുളിപ്പിക്കലാണ് അടുത്ത ജോലി. രണ്ടെണ്ണത്തിനെയും കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഉറക്കി കിടത്തണം. ഉറക്കി രണ്ടുപേരെയും കിടത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത ജോലിയിലോട്ട് പോകണം. സമയം 12:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിക്കാം. ഗ്യാസിലേക്ക് പാനൊക്കെ വെച്ച് അതിന് എണ്ണ ഒഴിച്ച് എണ്ണ എടുത്ത് ചൂടാവണം. അത് കഴിഞ്ഞ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചത് ആ പാനിലേക്ക് ഒഴിച്ച് ഇനി മുട്ട പൊരിച്ചെടുക്കണം. പിന്നെ നമ്മൾ മുട്ടയൊക്കെ തിരിച്ചിട്ട് അത് നേരെ ഒരു പ്ലേറ്റിലോട്ടാക്കി. മുട്ട പ്ലേറ്റിലോട്ടാക്കിയത് ഞങ്ങൾക്ക് വിഷമം കൊടുങ്ങി. പിന്നെ ഇനി നോക്കിക്കണ്ട ചോറിൻ്റെ കൂടെ വിഴുക്ക്, ചമ്മന്തി, തോരൻ, രസം, മുട്ട പൊരിച്ചത്. ഇനി ഒരു മുളക് പൊരിച്ചയും കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ കാണിച്ചിട്ടില്ല, എന്നാലും ചോറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സന്തോഷിച്ചിട്ട് അത് തിന്ന്. ചോറ് തിന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ ജ്യൂസ് കുടിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ ജ്യൂസ് കുടിച്ചതിന് ശേഷം നേരെ ചീര പറിക്കാൻ പോയി. ഇത് നമ്മളെ കുട്ടിക്കുള്ളതാണ്. അങ്ങനെ ചീരയൊക്കെ ഇതാക്കി പറിച്ചിട്ട് നല്ല വൃത്തിയാക്കി കഴുകി പിന്നെ അത് ഗ്യാസിലാക്കി ചട്ടിയൊക്കെ വെച്ച് മഞ്ഞൾപ്പൊടി, ഉള്ളി എല്ലാം ഒക്കെ ഇട്ട് ചീരയിട്ട് നല്ലോണം വഴട്ടി അതിന് വേവിച്ചെടുക്കണം. പിന്നെ അത് നമ്മൾ കുറച്ച് നേരത്തേക്ക് അടച്ചൊക്കെ വെക്കണം. അങ്ങനെ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് ഇതാക്കി പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ ഇതാക്കി കുട്ടിപ്പെണ്ണിനെ വാരി കൊടുത്തു. കുട്ടിപ്പെണ്ണിന് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു ഉറക്കം അങ്ങ് ഉറങ്ങി. ഒരു 2-2.5 മണിക്കൂർ അങ്ങ് ഉറങ്ങി. ഉറക്കം കഴിച്ച് വന്നപ്പോൾ പൊങ്ങി വരുന്ന ചായ. അമ്മ ഒന്ന് ചായ ഇട്ട് ഗ്ലാസ്സിൽ സമൂസ നമ്മുടെ മൂത്തമ്മ ഉണ്ടാക്കിയാണേ. എന്തൊരു ടേസ്റ്റാണെന്നാ. അങ്ങനെ ചായയും സമൂസയും കുടിച്ച് ഇന്നത്തെ ബ്ലോഗ് നമ്മൾ അവസാനിപ്പിക്കണേ.